നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട മണ്ഡലമായിരുന്നു തിരുവമ്പാടി. കാസിം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFിൻ്റെ ജില്ലാ അവലോകന യോഗം കഴിഞ്ഞു, എന്താ അവസാന വിലയിരുത്തൽ? തിരുവമ്പാടി നിയോജകമണ്ഡലം UDF വിജയിക്കും, അത് തന്നെയാണ് വിലയിരുത്തൽ. വേറെ സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിലുള്ള ഒരു പറച്ചിലാണോ അതോ ശരിക്കും ഗ്രൗണ്ട് ലെവൽ? ഞാൻ വെറും സ്ഥാനാർത്ഥി മാത്രമല്ല, ഞാൻ അവിടെ UDFിൻ്റെ ചെയർമാനായിരുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. എത്ര ഭൂരിപക്ഷം? അല്ല, ഭൂരിപക്ഷം ഞങ്ങൾക്ക് 12,000-ന് മുകളിലേക്കാണ് അവിടുന്ന് കണക്കുകൾ കൊണ്ട് തന്നിരിക്കുന്നത്. അവിടെ ഐക്യജനത മുന്നണിയുടെ ഒരു കോട്ടയാണ് തിരുവമ്പാടി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമല്ല. നിങ്ങളെല്ലാവരും പറയുന്ന, മാധ്യമങ്ങൾ പറയുന്ന പോലെ ചില ഷിഫ്റ്റിങ്, ചില ഒഴുക്കുകളൊക്കെയാണ് അവിടെ ഇടതുവശത്തെ കാലത്തെയും പ്രതീക്ഷ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ പ്രതീക്ഷ. അല്ല, മറ്റൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ലോക്സഭാ മണ്ഡലമാണ്. അവിടെ തിരുവമ്പാടി MLA ഇപ്പോൾ ലിൻഡോ ജോസഫാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഉണ്ട്, കഴിഞ്ഞ കാലം സംഭവിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് UDFിൻ്റെ വലിയ പ്രതീക്ഷ എന്ന് ഞാൻ പറഞ്ഞു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ 2 ടേം ഈ LDFിന് അവിടെ MLA ഉണ്ടായപ്പോൾ ഇത്തരം നിങ്ങൾ പറഞ്ഞ ചില LDFിൻ്റെ വോട്ട് കൊണ്ട് എല്ലാവരും ജയിച്ചെന്ന് അവരും സമ്മതിക്കും. അവർ സ്വാഭാവികമായി ഇത്തരത്തിലെ ചില വോട്ടുകളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടാണ്. ആ ഒരു ക്രമീകരണമൊന്നും ഇപ്രാവശ്യം അവർക്ക് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? വന്യമൃഗശല്യം. ആ വന്യമൃഗശല്യമാണ് ഏറ്റവും കൂടുതൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അവർ മറ്റൊരു തലത്തിലേക്ക് ക്യാമ്പയിൻ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ സാധാരണക്കാരൻ്റെ ജീവനും 5,000 കോടിയുടെ വികസനവും 2 തട്ടിൽ വെച്ചാൽ ജീവൻ്റെ തട്ടാണ് താന്നിരിക്കുക എന്ന് കൃത്യമായി ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നത് ഞങ്ങൾക്ക് ഉത്തരവിശ്വാസമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വലിയ വിജയം നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ക്യാമറ പേഴ്സൺ ജിജീഷിനൊപ്പം T. അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.